ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഏവർക്കും പ്രേക്ഷിത കമ്മ്യൂണിക്കേഷൻസിന്റെ വചന വിരുന്നിലേക്ക് സ്വാഗതം. വചനവിരുന്ന് വചനവിരുന്ന്. ഇന്നത്തെ ദിവസം നമുക്ക് വിചിന്തനം ചെയ്യാനുള്ളത് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 20-ാം അധ്യായം 17 മുതൽ 28 വരെയുള്ള വചനങ്ങളാണ്. ഈ വചനഭാഗത്തിലെ ഏതാനും ചില വചനങ്ങളെ നമുക്ക് വിചിന്തനം ചെയ്യാം. 20-ാം അധ്യായം 19-ാം വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: അവർ അവനെ മരണത്തിന് വിധിക്കുകയും വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അവർ അവനെ പരിഹസിക്കുകയും പ്രഹരിക്കുകയും ക്രൂശിക്കുകയും, എന്നാൽ 3-ാം ദിവസം അവൻ ഉയർപ്പിക്കപ്പെടും. സ്നേഹമുള്ളവരെ, ദൈവത്തിന്റെ ജീവിതത്തില്, അതായത് ക്രിസ്തുവിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനിരിക്കുന്ന പീഡകളുടെയും വേദനകളുടെയും ഒരു ചെറിയൊരു വിവരണമാണ് ഈ വചനഭാഗം. ഇവിടെ ക്രിസ്തുവിന്റെ ഒരു തിരിച്ചറിവുണ്ട്. കാരണം ഈശോ താൻ ശിഷ്യന്മാർക്ക് നൽകുന്ന പീഡാനുഭവത്തിന്റെയും ഉദ്ധാനത്തിന്റെയും 3-ാമത്തെ പ്രവചനങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ഈ വചനം. നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ നമുക്ക് ദൈവത്തെ പോലെ അല്ലെങ്കിൽ ക്രിസ്തുവിനെ പോലെ ഈ ഒരു തിരിച്ചറിവ് സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? പലപ്പോഴും നമ്മുടെ ബോധ്യങ്ങളിലോ നമ്മുടെ ആഗ്രഹങ്ങളിലോ മാത്രം നമ്മൾ ഒതുങ്ങി ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും നമ്മൾ മറന്നു പോകുന്നു. പക്ഷെ എല്ലാത്തിനുമുപരി ഉയർപ്പെന്ന പ്രത്യാശ ക്രിസ്തുവിലേക്ക് കടന്നു വന്നതുപോലെ ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് വേദന അനുഭവിക്കുകയും പീഡകൾ അനുഭവിക്കുകയും ജീവിതത്തിലുണ്ടാകുന്ന സങ്കടങ്ങളെയും വേദനകളെയും സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ക്രിസ്തുവിനെ പോലെ ഉയർത്തെഴുന്നേൽക്കുന്നവരായി പ്രത്യാശയിലേക്ക് കടന്നു വരുന്നവരായിട്ട് മാറുമെന്ന ബോധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരണം. 20-ാം അധ്യായം 20-ാം തിരുവചനം നാം ഇപ്രകാരമായി കാണുന്നുണ്ട്: സബദി പുത്രന്മാരുടെ മാതാവ് തന്റെ പുത്രന്മാരോട് കൂടെ വന്ന് അവന്റെ മുമ്പിൽ യാചനാപൂർവ്വം പ്രണമിച്ചു. സ്നേഹമുള്ളവരെ, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും റെക്കമെൻഡേഷൻസ് നടത്തുന്നവരാണ്. ജോലിക്ക് വേണ്ടി, അഡ്മിഷന് വേണ്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അധികാരമുള്ളവരെ അല്ലെങ്കിൽ പ്രീതിപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ പെരുമാറുന്നവരാണ്. പക്ഷെ ഇവിടെ ഈ ഒരമ്മ തന്റെ മക്കൾക്ക് വേണ്ടി ഈശോയുടെ മുമ്പിൽ യാചിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട വലിയൊരു കാര്യമുണ്ട്. അല്പം ഇതിനെ ക്രിട്ടിക്കലായിട്ട് കാണാമെങ്കിലും ഈ അമ്മ തന്റെ മക്കൾക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാകുന്ന ഒരു അമ്മയാണ്. കാരണം ഈശോയോട് ഇത് പറയുന്ന സമയത്ത് അവിടെ മറ്റു ശിഷ്യന്മാരുണ്ടായിരുന്നു, ഈശോയുടെ പ്രബോധനങ്ങൾ കേൾക്കാനുള്ള മറ്റു വ്യക്തികൾ അവിടെ ഉണ്ടായിരുന്നിരിക്കും. പക്ഷെ അവരെ ഒന്നും നോക്കാതെ ഈ അമ്മ തന്റെ മക്കൾക്ക് വേണ്ടി ഈശോയുടെ മുമ്പിൽ യാചിക്കുകയാണ്. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വാസ്തവമുണ്ട്. ഓരോ നമ്മുടെ ആവശ്യങ്ങളില്, കുടുംബത്തിന്റെ ആവശ്യങ്ങളിൽ നമ്മൾ കടന്നു വരുമ്പോൾ പ്രാർത്ഥനാപൂർവ്വം എല്ലാവരും ഒരുമിച്ച് ഈശോയുടെ മുമ്പിൽ കടന്നു ചെല്ലുവാനും പ്രാർത്ഥിക്കുവാനും യാചിക്കുവാനും നമ്മൾ തയ്യാറാകണമെന്ന ഉത്തമ ബോധ്യം, കുടുംബ പ്രാർത്ഥനയുടെ പ്രാധാന്യം നമുക്ക് ഈ വചനം പറഞ്ഞു തരികയാണ്. 22-ാമത്തെ വചനം നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. അത് ഈശോയുടെ മറുപടി ഇപ്രകാരമാണ്: നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? സ്നേഹമുള്ളവരെ, നമ്മൾ ദൈവത്തോടും മനുഷ്യരോടും ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളും എന്ത് ബോധ്യത്തോടെയാണെന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. പലപ്പോഴും നമ്മുടെ കാര്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട്, സാധ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ദൈവത്തോട് പല കാര്യങ്ങളും ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ചില ഉടമ്പടികൾ നമ്മൾ എടുക്കാറുണ്ട്. ഞാൻ അത് ചെയ്യാം, ഇത് ചെയ്യാം. പക്ഷെ ആവശ്യം നടന്നു കഴിയുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ദൈവത്തെ മറന്നു പോകുന്നു. ഇപ്രകാരം തന്നെയാണ് നമ്മൾ മനുഷ്യരോടും പെരുമാറുന്നത്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ളവരെ അഭിമുഖീകരിക്കുന്നു, ചോദിക്കുന്നു, അവരെ നമുക്ക് സാധിപ്പിച്ചു തരുന്നു. പക്ഷെ പലപ്പോഴും നമ്മൾ കൃതജ്ഞത ഉള്ളവരായിട്ട് നമ്മൾ മാറുന്നില്ല. ഇതിനേക്കാൾ ഉപരി നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ അത് എന്താണെന്ന് മനസ്സിലാക്കി ചോദിക്കാനുള്ള പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു. ഉദാഹരണത്തിന്, ക്രിസ്തുവിനോട് ചോദിക്കുന്ന ഈ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഈശോയുടെ പീഡാനുഭവത്തിലും മരണത്തിലും പങ്കുചേർന്ന് ഈശോയുടെ കൂടെ ആയിരിക്കുവാനാണ്. പക്ഷെ തീർച്ചയായും അത് അവരുടെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ പോലും അവര് പലപ്പോഴും ആ ഉത്തമമായ ബോധ്യത്തോടുകൂടി ആയിരുന്നില്ല അന്നേ ദിവസം ഈശോയോട് ഈ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും നടക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വാസ്തവം എന്ന് പറയുന്നത് നമ്മുടെ ചോദ്യങ്ങൾ ഉത്തമ ബോധ്യം ഇല്ലാതെയാണ് എന്നുള്ളതാണ്.
23-ാമത്തെ വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: എന്റെ പാനപാത്രം തീർച്ചയായും നിങ്ങൾ കുടിക്കും, എന്നാൽ എന്റെ വലത്തുവശത്തും ഇടത്തുവശത്തും ഇരിക്കുവാനുള്ള വരം നിങ്ങൾക്ക് നൽകേണ്ടത് ഞാനല്ല, അത് എന്റെ പിതാവ് ആർക്കു വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നു അവർക്കുള്ളതാണ്. ഈശോയുടെ പാനപാത്രം കുടിക്കുന്ന എല്ലാ ശിഷ്യന്മാരെയും ചരിത്രം നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ നമ്മൾ അതിനുള്ള ഒരു യഥാർത്ഥ ബോധ്യത്തോടെ ഉള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ? കാരണം ക്രിസ്തുവിനെ അനുകരിക്കുന്ന ഏതൊരു ക്രിസ്തു ശിഷ്യനും ക്രിസ്തുവിനോടുകൂടെ വേദനകളും ദുഃഖങ്ങളും അനുഭവിക്കുവാനും അതിനോടുകൂടെ പങ്കുചേർന്ന് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുവാനും വിളിക്കപ്പെട്ടവരാണ്. നമ്മുടെ ജീവിതത്തില് അനുഗ്രഹങ്ങളും നേട്ടങ്ങളും മാത്രമല്ല, പീഡകളെയും വേദനകളെയും സ്വീകരിക്കുവാനും അത് ദൈവമഹത്വത്തിനായിട്ട് സമർപ്പിക്കുവാനും നമുക്ക് സാധിക്കണം. ഇരിപ്പിടം സജ്ജമാക്കിയ ഒരു പിതാവിന്റെ കാര്യം ഇന്നത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മൾ ഏത് ദൈവവിളി സ്വീകരിച്ചവരായിക്കൊള്ളട്ടെ, പുരോഹിതനായിക്കൊള്ളട്ടെ, സന്യാസി ആയിക്കോട്ടെ, സന്യാസിനി ആയിക്കൊള്ളട്ടെ, ഒരു അപ്പനോ ഒരമ്മയോ ഒരു മകനോ മകളോ ആയിക്കൊള്ളട്ടെ, നമ്മളായിരിക്കുന്ന ജീവിതാവസ്ഥകളിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവിളി അനുസരിച്ച് ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കി പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഇരിപ്പിടങ്ങള് ഏത് സ്ഥലത്തുള്ളതാണ് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? അതിനനുസൃതമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? 20-ാം അധ്യായം 24, 25 വചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്: ഇത് കേട്ടപ്പോൾ ബാക്കി 10 പേർക്കും ആ 2 സഹോദരന്മാരോട് അമർഷം തോന്നി. എന്നാൽ യേശു അവരെ അടുത്ത് വിളിച്ച് ഇപ്രകാരം പറഞ്ഞു: വിജാതിയരുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്വം പുലർത്തുന്നുവെന്നും അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നുവെന്നും നിങ്ങൾക്കറിയാമല്ലോ. തീർച്ചയായും ഈ ഒരു അമർഷം എന്നൊരു വാക്ക് ഒരു ക്രിസ്തു ശിഷ്യന് ഒരിക്കലും യോജിച്ചതല്ല. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ദൈവം മറ്റുള്ളവർക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെ കാണുമ്പോൾ നമുക്ക് അവരോട് അസൂയ തോന്നാറുണ്ട്. പലപ്പോഴും ദൈവത്തോട് പോലും പഴി ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവനത് ലഭിച്ചത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവൾക്കത് ലഭിച്ചതെന്ന് നമ്മൾ തിരിച്ചറിയുക. നമ്മുടെ ജീവിതത്തിൽ ഒരു നേട്ടം സംഭവിക്കുമ്പോഴും ഒരു നഷ്ടം സംഭവിക്കുമ്പോഴും അത് ദൈവഹിതമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പക്ഷെ അപരനെ കുറിച്ചിട്ട് നമ്മൾ വ്യാകുലപ്പെടേണ്ടതില്ല. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും മറ്റുള്ളവർക്ക് കാണുന്ന വേദനകളിലും ദുഃഖങ്ങളിലും സങ്കടങ്ങളിലും നമ്മൾ അവരോടുകൂടെ ദുഃഖിക്കുകയും മാത്രമല്ല, അവരുടെ നേട്ടങ്ങളിലും അവർക്ക് ലഭിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളിലും സന്തോഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. 27-ാമത്തെ വചനം ഇതിനുള്ള മറുപടിയായിട്ടാണ് ഈശോ നൽകുന്നത്: നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം. സ്നേഹമുള്ളവരെ, ക്രിസ്തു ശിഷ്യന്റെ യഥാർത്ഥ ലക്ഷണം എന്താണെന്ന് ഈ 27-ാമത്തെ വചനമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുൻപന്തിയിൽ നിൽക്കണമെങ്കിൽ മറ്റുള്ളവരെ സേവിക്കണം എന്നുള്ള ബോധ്യം നമുക്കുണ്ടോ? നമ്മൾ കുറച്ചു നാളുകൾക്ക് മുമ്പ് വിശുദ്ധ സ്നാപയോഹന്നാന്റെ വചനഭാഗങ്ങൾ നമ്മൾ വചനവിചിന്തനങ്ങൾ കഴിഞ്ഞ ചില ഞായറാഴ്ചകളിൽ നമ്മൾ ചെയ്തിരുന്നു. നമ്മുടെ ജീവിതത്തിൽ സ്നാപയോഹന്നാനെ പോലെ മറ്റുള്ളവരുടെ മുമ്പിൽ, ക്രിസ്തുവിന്റെ മുമ്പിൽ വിട്ടുകൊടുത്തതുപോലെ, താഴ്മപ്പെട്ടതുപോലെ മറ്റുള്ളവരെ ഉയർത്തുവാനും അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണമെന്ന ബോധ്യത്തോടെ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിലെ ക്രിസ്തുവിന്റെ ഹിതം മനസ്സിലാക്കി ക്രിസ്തു പഠിപ്പിച്ചതുപോലെ ജീവിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കണം. നമ്മുടെ പല പ്രശ്നങ്ങളിലും ഉത്തമ ബോധ്യത്തോടെ കൂടി നമ്മൾ ദൈവത്തോടും മനുഷ്യരോടും ചോദിക്കാത്തതാണെന്ന ബോധ്യം നമുക്ക് തീർച്ചയായും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. ദൈവം അനുഗ്രഹിച്ചതുപോലെ ദൈവം നൽകുന്ന ഓരോ വേദനകളെയും സ്വീകരിക്കുവാനും അത് സന്തോഷത്തോടെ ആയിരുന്നുകൊണ്ട് ക്രിസ്തു ശിഷ്യന്റെ ഒരു യഥാർത്ഥ ലക്ഷണത്തോടു കൂടി മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരുടെ സേവനം ചെയ്യുവാനും എളിമപ്പെടുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.